നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ തുടങ്ങുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സൗദി അറേബ്യയെ പ്രധാന നാറ്റോ ഇതര സഖ്യകക്ഷിയായി പ്രഖ്യാപിച്ച അമേരിക്ക. തീരുമാനം സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ അമേരിക്ക സന്ദർശനത്തിനിടെ. സുപ്രധാന പ്രതിരോധ കരാറുകളിൽ ഒപ്പുവച്ച് സൗദിയും അമേരിക്കയും. നിക്ഷേപവും സഹകരണവും മെച്ചപ്പെടുത്താൻ ധാരണ. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി വധത്തിൽ സൗദിക്ക് പങ്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. ദുബായ് എയർ ഷോയിൽ $7,200 കോടി വിമാനങ്ങൾക്ക് ഓർഡർ നൽകി UAE ആസ്ഥാനമായ വിമാന കമ്പനികൾ. എമിറേറ്റ്സ്, എത്തിഹാദ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ വാങ്ങുന്നത് 247 പുതിയ വിമാനങ്ങൾ. ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ചയെന്ന് ഹൈക്കോടതി. ശാസ്ത്രീയമായാണ് തിരക്ക് നിയന്ത്രിക്കേണ്ടതെന്നും ഏകോപനമുണ്ടായില്ലെന്നും വിമർശനം. കോടതിയുടെ ആശങ്ക മാനിക്കുന്നുവെന്ന് ദേവസ്വം പ്രസിഡന്റ്. സർക്കാർ കുഴപ്പത്തിലാക്കിയെന്നും UDF സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ്. നടന്നത് മനുഷ്യാവകാശ ലംഘനമെന്ന് BJP. സ്പോട്ട് ബുക്കിംഗ് ദിനംപ്രതി 5000 മാത്രമാക്കി. നിയന്ത്രണം തിങ്കളാഴ്ച വരെ. ഡൽഹി സ്ഫോടനക്കേസ് പ്രതികളുടെ സാമ്പത്തിക സ്രോതസ് തേടി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. അൽഫല സർവകലാശാലയിൽ 415 കോടി രൂപയുടെ ക്രമക്കേടെന്ന് റിപ്പോർട്ട്. മനുഷ്യക്കടത്ത് കേസിൽ മുഖ്യപ്രതി മധു ജയകുമാറിനെ 24 വരെ റിമാൻഡ് ചെയ്ത് കൊച്ചി NIA കോടതി. ഇന്ത്യയിൽ നിന്ന് 14 പേരെ ഇറാനിലേക്ക് കൊണ്ടുപോയെന്ന് മൊഴി. സംഭവത്തിന് പിന്നിൽ വൻ റാക്കറ്റ് എന്നും NIA. തദ്ദേശ തെരഞ്ഞെടുപ്പ് വാശിയേറിയ മത്സരത്തിലേക്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് മത്സരിക്കാം. തിരുവനന്തപുരം മുട്ടട വാർഡിൽ വോട്ട് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. കോഴിക്കോട് കോർപ്പറേഷനിൽ UDFിലെ VM വിനുവിന് മത്സരിക്കാനാകില്ല. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെന്ന ഹൈക്കോടതി ഹർജി തള്ളി. ചരിത്രം കുറിച്ച് ക്യൂറസാവോ. ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി. ലോകകപ്പ് യോഗ്യത നേടുന്ന ചെറിയ രാജ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയെ അമേരിക്കയുടെ പ്രധാന നോൺ നാറ്റോ സഖ്യകക്ഷിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പ്രധാന നോൺ നാറ്റോ സഖ്യകക്ഷിയായി അംഗീകരിക്കപ്പെടുന്ന 20ാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. ഇരു രാജ്യങ്ങളും തമ്മിൽ വിവിധ പ്രതിരോധ കരാറുകളിലും ഒപ്പുവച്ചു. 1987 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആക്ടിന്റെ ആർട്ടിക്കിൾ 22 അടിസ്ഥാനമാക്കി നാറ്റോ ഇതര രാജ്യങ്ങൾക്ക് അമേരിക്ക നൽകുന്ന ഏറ്റവും ഉയർന്ന സൈനിക സുരക്ഷാ സഹകരണങ്ങളിലൊന്നാണ് ഈ പദവി. അർജന്റീന, ഓസ്ട്രേലിയ, ബഹ്റൈൻ, ബ്രസീൽ, കുവൈറ്റ്, പാകിസ്ഥാൻ, ഖത്തർ, തായ്ലൻഡ് തുടങ്ങിയ 19 രാജ്യങ്ങളെയാണ് അമേരിക്ക നേരത്തെ പ്രധാന നോൺ നാറ്റോ സഖ്യരാജ്യങ്ങളായി അംഗീകരിച്ചത്. സൗദി അമേരിക്കൻ ഉച്ചകോടിയുടെ സമാപനത്തിലാണ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ വൈറ്റ് ഹൗസിൽ വെച്ച് പ്രതിരോധ സഹകരണ കരാർ ഉൾപ്പെടെ ഏതാനും കരാറുകളിലും ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങളുടെയും സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന തുടർച്ചയായതും സുസ്ഥിരവുമായ പ്രതിരോധ പങ്കാളിത്തത്തിനുള്ള ശക്തമായ ചട്ടക്കൂട് കരാറാണിത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സമാധാനപരമായ ആവശ്യങ്ങൾക്ക് ആണവോർജം, യുറേനിയം, ലോഹങ്ങൾ, നിർണായക ധാതുക്കൾ എന്നിവയുടെ വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കാനുള്ള പങ്കാളിത്തത്തിനുള്ള തന്ത്രപരമായ ചട്ടക്കൂട്, സൗദി നിക്ഷേപങ്ങൾ സുഗമമാക്കാനും ത്വരിതപ്പെടുത്താനുമുള്ള കരാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരസ്പര സഹകരണത്തിനുള്ള ധാരണാപത്രങ്ങളും കരാറുകളുമാണ് ഒപ്പുവെച്ചത്. അതേസമയം 7.5 ദശകത്തിലേറെയായി തുടരുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് ശാശ്വതമായ ദ്വിരാഷ്ട്ര പരിഹാരത്തിന് ഗൗരവമായ ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പം വൈറ്റ് ഹൗസിൽ നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു പരാമർശം. പലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ വ്യക്തമായ പദ്ധതി ആവശ്യമാണ്. സൗദി അറേബ്യ പലസ്തീനികൾക്കും ഇസ്രയേലികൾക്കും മുഴുവൻ മേഖലയ്ക്കും സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും സൗദി കിരീടാവകാശി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. മാധ്യമപ്രവർത്തകൻ ജമാൽ ഖഷോഗി വധത്തിൽ സൗദിക്ക് പങ്കില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. CIA റിപ്പോർട്ടിന് വിരുദ്ധമാണ് പ്രസ്താവന. നിക്ഷേപവും സഹകരണവും മെച്ചപ്പെടുത്താൻ അമേരിക്കയും സൗദിയും തമ്മിൽ ധാരണയായി. വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റായിരുന്ന ജമാൽ ഖഷോഗിയുടെ വധത്തിൽ സൗദി കിരീടാവകാശിക്ക് പങ്കില്ല എന്നാണ് US പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. സൗദിയുടെ പങ്ക് കണ്ടെത്തിയ 2021 CIA റിപ്പോർട്ടിനെ തള്ളിയാണ് ട്രംപിന്റെ പ്രസ്താവന.
കൊലപാതകത്തിന് ഉത്തരവിട്ടത് മുഹമ്മദ് ബിൻ സൽമാൻ ആയിരിക്കാമെന്നായിരുന്നു അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണം. ഖഷോഗി കൊല്ലപ്പെട്ടത് വേദനാജനകമെന്നായിരുന്നു സൗദി കിരീടാവകാശിയുടെ പ്രതികരണം. I feel painful about the families of 9/11 in America, but we have to focus on reality. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുയർത്തിയത് തന്റെ സന്ദർശകനെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ ട്രംപ് മാധ്യമപ്രവർത്തകരോട് ദേഷ്യപ്പെട്ടു. Who are you with? And the same to you, Mr. President. Now, who are you with? I'm with ABC News, sir. You with who? ABC News, sir. Fake news. ABC fake news. You're a terrible person and a terrible reporter. As far as the Epstein files is, I have nothing to do with Jeffrey Epstein. I threw him out of my club many years ago because I thought he was a sick pervert. But I think the way you ask a question with the anger and the meanness is terrible. You ought to go back and learn how to be a reporter. No more questions from you. 7 വർഷത്തിനു ശേഷം വൈറ്റ് ഹൌസിലെത്തിയ സൗദി കിരീടാവകാശിക്ക് രാജകീയ സ്വീകരണമാണ് ട്രംപ് നൽകിയത്. സൈനിക ഗാർഡ് ഓഫ് ഓണർ, പീരങ്കി സല്യൂട്ട്, US യുദ്ധവിമാനങ്ങളുടെ ആകാശ പ്രകടനം എന്നിവയോടെയാണ് മുഹമ്മദ് ബിൻ സൽമാന് വരവേൽപ്പ് നൽകിയത്. പ്രതിരോധം, ഊർജ്ജം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും ധാരണയിലായി. സൗദിയുടെ US-ലെ നിക്ഷേപം $1 ട്രില്യൺ ഉയർത്തുമെന്ന് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞു. Today and tomorrow we're going to announce that we are going to increase that $600 billion to almost $1 trillion of investment, real investment and real opportunity by details in many areas. അമേരിക്ക സൗദിക്ക് അത്യാധുനിക F-35 വിമാനങ്ങൾ നൽകും. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രായേലാണ് F-35 യുദ്ധവിമാനം കൈവശമുള്ള ഏക രാജ്യം. ന്യൂസ് ഡെസ്ക് അമൃത TV. ദുബായ് എയർ ഷോയിൽ $7,200 കോടി വിമാനങ്ങൾക്ക് ഓർഡർ നൽകി UAE ആസ്ഥാനമായ വിമാന കമ്പനികൾ. എമിറേറ്റ്സ്, എത്തിഹാദ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികളാണ് പുതിയ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയത്. 247 പുതിയ വിമാനങ്ങളാണ് UAEയിലെ വിമാന കമ്പനികൾ വാങ്ങുന്നത്. എമിറേറ്റ്സ് എയർ ലൈസൻസ് 65 വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. അബുദാബി ആസ്ഥാനമായ ഇത്തിഹാദ് 32 വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിലാണ് ഒപ്പുവെച്ചത്. ദുബായ് ആസ്ഥാനമായ ബജറ്റ് എയർലൈൻ ഫ്ലൈ ദുബായ് 150 വിമാനങ്ങൾ വാങ്ങാനുള്ള ഓർഡർ നൽകി. 5 വർഷങ്ങൾക്കകം ഈ വിമാനങ്ങൾ അതത് വിമാന കമ്പനികൾക്ക് ലഭിക്കും. ദുബായിൽ അടുത്ത വർഷം ആരംഭിക്കുന്ന എയർ ടാക്സി സേവനം നഗരത്തിലെ പ്രധാന യാത്രാ സംവിധാനങ്ങളിലൊന്നായി മാറുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. ദുബായിലെ ബസ് സർവീസ് പോലെ എല്ലാ യാത്രക്കാർക്കും സഞ്ചരിക്കാനാകും വിധമായിരിക്കും എയർ ടാക്സി സേവനമെന്നും RTA അധികൃതർ വ്യക്തമാക്കി. വിനോദസഞ്ചാരികളെയും ബിസിനസ് യാത്രികരെയും മാത്രമല്ല എയർ ടാക്സി സർവീസിൽ പ്രതീക്ഷിക്കുന്നതെന്നും ദുബായ് RTA പ്രതിനിധി അറിയിച്ചു. എയർ ടാക്സികൾക്ക് പറന്നുയരാനും ലാൻഡ് ചെയ്യാനുമുള്ള 4 വെർട്ടിപോർട്ടുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. അധികം വൈകാതെ നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ വെർട്ടിപോർട്ടുകൾ സ്ഥാപിക്കും. ദുബായ് എയർപോർട്ടിനടുത്തുള്ള വെർട്ടിപോർട്ട് നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ജോബി ഏവിയേഷനുമായി ചേർന്നാണ് ദുബായ് RTA എയർ ടാക്സി സേവനം നൽകുന്നത്. UAE പാസ്പോർട്ട് ഉള്ളവർക്ക് ഇന്ത്യയിലെ കൂടുതൽ വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യമൊരുക്കി. കൊച്ചി, കോഴിക്കോട്, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ വിമാനത്താവളങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇന്ത്യയിലേക്കുള്ള UAE പൗരന്മാരുടെ സന്ദർശനം വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനത്താവളങ്ങളിൽ വിസ ഓൺ അറൈവൽ സൗകര്യം സജ്ജമാക്കിയത്. എന്നാൽ പാകിസ്ഥാനിൽ ജനിച്ചതോ താമസിക്കുന്നതോ ആയ മാതാപിതാക്കളോ ഗ്രാൻഡ് പാരൻസോ ഉള്ള UAE പൗരന്മാർക്ക് ഇന്ത്യയിലേക്കുള്ള വിസ ഓൺ അറൈവൽ സൗകര്യം ലഭിക്കില്ല. വിസ ഓൺ അറൈവൽ സൗകര്യം പ്രയോജനപ്പെടുത്തി UAE പൗരന്മാർക്ക് ടൂറിസം, ബിസിനസ് സമ്മേളനങ്ങൾ എന്നീ ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലെത്താനും 60 ദിവസത്തിൽ കൂടാതെ രാജ്യത്ത് തങ്ങാനും സാധിക്കും. ഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ്, കൊച്ചി, കോഴിക്കോട്, അഹമ്മദാബാദ് വിമാനത്താവളങ്ങളിലാണ് UAE പൗരന്മാർക്ക് വിസ ഓൺ അറൈവൽ സൗകര്യം ലഭിക്കുന്നത്. ശബരിമലയിലെ ഭക്തജന തിരക്കിൽ നിയന്ത്രണം പാളിയതിൽ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ആസൂത്രണവും ഏകോപനവും നടത്താത്തത് ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയെന്ന് കോടതി. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക വിദഗ്ധ സമിതി രൂപീകരിക്കാനും നിർദ്ദേശിച്ചു. ശബരിമലയിലെ അനിയന്ത്രിത തിരക്കിൽ അതിരൂക്ഷ വിമർശനമാണ് സർക്കാരിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുമെതിരെ ഹൈക്കോടതി നടത്തിയത്. കോടതി വ്യക്തമായ നിർദ്ദേശവും മുന്നറിയിപ്പുകളും നൽകിയിട്ടും ദേവസ്വം ബോർഡ് അത് ഗൗരവമായി എടുത്തില്ലെന്ന് കോടതി വിലയിരുത്തി. 6 മാസം മുൻപ് തന്നെ ശബരിമലയിൽ മുന്നൊരുക്കവും ആസൂത്രണവും നടത്തേണ്ടിയിരുന്നതല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. പോലീസിനെ മാത്രം പഴിച്ചിട്ട് കാര്യമുണ്ടോ? വിവിധ വകുപ്പുകളുടെ ഏകോപനവും ആസൂത്രണവും വേണ്ടിയിരുന്നതല്ലേ എന്നും കോടതി ചോദ്യം ഉന്നയിച്ചു. 4000 പേർക്ക് മാത്രം നിൽക്കാൻ സ്ഥലമുള്ളിടത്ത് 20,000 പേരെ സ്പോട്ട് ബുക്കിംഗിലൂടെ തിരികെ കയറ്റിയവർ മറുപടി പറയണമെന്നും കോടതി പറഞ്ഞു. മണ്ഡലം മകരവിളക്ക് കാലത്ത് ശബരിമലയിലും പമ്പയിലും ഓരോരോ പ്രത്യേക സ്ഥലങ്ങളിൽ എത്ര പേർക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയുമെന്ന് പഠനം നടത്തിയോ എന്നും കോടതി ചോദിച്ചു. തിരക്കിന്റെ വ്യാപ്തിയും ഓരോ സ്പോട്ട് തിരിച്ച് അവിടെയൊക്കെ എത്ര പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ കഴിയുമെന്നും പഠിക്കുവാൻ ഒരു വിദഗ്ധ സംഘത്തെ രൂപീകരിക്കണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. തിരക്ക് നിയന്ത്രണത്തിന് പ്രത്യേക സംഘം വേണമെന്നും വിഷയം ശാസ്ത്രീയമായി പഠിച്ച് പരിഹരിക്കണമെന്നും കോടതി നിലപാടെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി.
ശബരിമലയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തിരക്ക് ഇനി ആവർത്തിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. തിരക്ക് നിയന്ത്രിക്കുന്നതിനായുള്ള ഏകോപനത്തിൽ ചെറിയ പ്രശ്നമുണ്ടാവുകയായിരുന്നു. പമ്പയിലും നിലയ്ക്കലും നിയന്ത്രണം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ മാത്രം ഭക്തർ ശബരിമലയിലേക്ക് വരണം. മുൻ ബോർഡിന് വീഴ്ച പറ്റിയെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്നും ചില തീരുമാനങ്ങൾ പ്രായോഗിക തലത്തിൽ വന്നില്ലെന്നും കെ ജയകുമാർ പ്രതികരിച്ചു. കോടതി പറയുന്ന അതേ സ്വരത്തിൽ തന്നെ ഞാനും പറയുന്നത് 6 മാസത്തിന് മുമ്പ് തുടങ്ങേണ്ടതാണ്. തുടങ്ങുകയും ചെയ്തു. തുടങ്ങിയില്ല എന്ന് പറയുന്നില്ല, പക്ഷേ തുടങ്ങിയത് പലതും തീരുമാനങ്ങൾ നടപ്പിലായില്ല. ബോർഡ് ഒരു നടപടി എടുത്തില്ല എന്നൊന്നും ഞാൻ പറയുകയല്ല. പ്രശാന്തിൻ്റെ ബോർഡ് എല്ലാ വർഷങ്ങളിലും എടുക്കേണ്ട തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. എല്ലാ മുന്നൊരുക്കങ്ങളും നിരവധി ചർച്ചകളിലൂടെ തീരുമാനങ്ങൾ എടുത്തു. എന്നാൽ ഈ ബോർഡ് മാറ്റം എന്നാണ് 13-ാം തീയതി പഴയ ബോർഡ് പോകുന്നു, 15-ാം തീയതി പുതിയ ബോർഡ് വരുന്നു. അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയവർ ശബരിമല തീർത്ഥാടന കാലത്തെ കുഴപ്പത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. സർക്കാർ ഈ സീസൺ വികലമാക്കുകയാണെന്ന് വി.ഡി. സതീശൻ. അയ്യപ്പ ഭക്തർ മല കയറാതെ തിരികെ പോകുന്നു. തീർത്ഥാടനം സുഗമമാക്കുന്ന നടപടി സ്വീകരിച്ചില്ലെങ്കിൽ UDF പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അപ്പൊ ആഗോള അയ്യപ്പ സംഗമം നടത്തി കാപട്യം കാണിച്ച ആളുകൾ തന്നെ സ്വർണ്ണക്കൊള്ള നടത്തുകയും ഈ സീസൺ മുഴുവൻ കുഴപ്പത്തിലാക്കുകയും ചെയ്തു. ഞങ്ങൾ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയാണ്. ഇത് നിയന്ത്രിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് അടിയന്തരമായി സ്വീകരിച്ചില്ലെങ്കിൽ UDFന്റെ ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും. ദേവസ്വം ബോർഡിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അദ്ദേഹം 4 ദിവസമായിട്ട് വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഭയാനകമായ സ്ഥിതിയാണ്, ഇതിനു മുൻപ് ഒരു തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല എന്നാണ്. അതിന് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്താ? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമം വന്നു. എന്നാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്? ശബരിമലയിൽ നടന്നത് മനുഷ്യാവകാശ ലംഘനമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. വെർച്വൽ ക്യൂ സംവിധാനം വാഗൺ ട്രാജഡിക്ക് സമമാണ്. തീർത്ഥാടനം തുടക്കത്തിൽ തന്നെ പാളി. ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തത് ശബരിമല തീർത്ഥാടന ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ്. വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും PK കൃഷ്ണദാസ് വ്യക്തമാക്കി. ഒരു മുന്നൊരുക്കങ്ങളും നടത്താത്ത ശബരിമല തീർത്ഥാടന ചരിത്രത്തിലെ ആദ്യത്തെ തീർത്ഥാടനമാണ് ഇത്തവണത്തേത്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ അനുഭവിച്ചത് സത്യത്തിലൊരു മനുഷ്യാവകാശ ലംഘനമാണ് ശബരിമലയിൽ നടന്നത്. മുന്നൊരുക്കങ്ങളൊന്നും ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും നടത്താതിരുന്നത് ബോധപൂർവമാണ്, മനഃപൂർവ്വമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെയും LDFന്റെയും രാഷ്ട്രീയ അജണ്ട ശബരിമലയിൽ വീണ്ടും നടപ്പാക്കുകയാണോ എന്ന സംശയമുണ്ട്. ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി ദേവസ്വം ബോർഡ്. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന അയ്യപ്പ ഭക്തരുടെ എണ്ണം 5000-ൽ നിജപ്പെടുത്തി. നിലയ്ക്കൽ നിന്നും പമ്പയിലേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുമുള്ള അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ചതോടെ സന്നിധാനത്ത് തിരക്ക് കുറഞ്ഞു. ദർശനം നടത്താതെ തിരികെ പോയവരെ ADGP തിരികെ വിളിച്ചു. അതേസമയം ദർശനത്തിനെത്തിയവരുടെ എണ്ണം കുറവായിരുന്നിട്ടും ഇന്നലെ വലിയ തിരക്കുണ്ടായതിൽ ദുരൂഹതയുണ്ടെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ നിന്നും അയ്യപ്പ ഭക്തരെ നിയന്ത്രിച്ച് ശബരിമലയിലേക്ക് കയറ്റിവിട്ടതോടെയാണ് സന്നിധാനത്ത് അയ്യപ്പ ഭക്തരുടെ തിരക്ക് കുറഞ്ഞത്. സ്പോട്ട് ബുക്കിംഗ് ഹൈക്കോടതി ഇടപെട്ട് തിങ്കളാഴ്ച വരെ 5000-ആയി നിജപ്പെടുത്തിയിട്ടുണ്ട്. ദിനവും 75,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ദർശനത്തിനുള്ള സൗകര്യമൊരുക്കാനും കോടതി നിർദ്ദേശിച്ചു. അതേസമയം മണിക്കൂറുകൾ നിന്നാണ് അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് ഇന്നും എത്തിയത്. നിലയ്ക്കലും പമ്പയും കൂടാതെ ശബരിപീഠം, മരക്കൂട്ടം എന്നിവിടങ്ങളിലും നിയന്ത്രണ വിധേയമായാണ് അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത്. കഴിഞ്ഞ ദിവസം തിരക്ക് മൂലം ദർശനം നടത്താതെ തിരികെ പോയ കൊല്ലത്തു നിന്നുള്ള 8-അംഗ സംഘത്തെ ശബരിമല പോലീസ് ചീഫ് ADGP S. ശ്രീജിത്ത് തിരികെ വിളിച്ച് ദർശനത്തിന് സൗകര്യമൊരുക്കി. ഇന്നലെ കുറച്ച് നേരത്തേക്ക് കുറേ ഇൻഫിൽട്രേഷൻ നടന്നുകൊണ്ട് വിചാരിക്കാത്ത ആൾക്കാർ കയറി വന്നതുകൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അത് നമുക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് രോഗികളായിട്ടുള്ള ചിലർക്ക് ദർശനം കിട്ടാതെ മടങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അവരെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർ വീണ്ടും വരാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചു. അവരെ എറണാകുളത്ത് കൊണ്ടുവന്ന് തൊഴിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഏതെങ്കിലും ജനുവിനായിട്ടുള്ള ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊഴാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ്. ഇന്നലെ അയ്യപ്പ ഭക്തരുടെ എണ്ണം കുറവായിരുന്നിട്ടും വലിയ തിക്കും തിരക്കുമുണ്ടായ സാഹചര്യം ദുരൂഹമാണെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. തീർത്ഥാടനം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം നടന്നതായി സംശയിക്കുന്നതായും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ആവശ്യപ്പെട്ടു. പക്ഷേ ആ അവകാശവാദങ്ങളെല്ലാം തീർത്തും പൊള്ളയാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിലുള്ള കടുത്ത അലംഭാവമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 10,000-55,000 ആളുകൾ മാത്രം പടികേറിയിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു തിരക്ക്, ഇത്രയും മണിക്കൂറുകൾ അവർക്ക് നിൽക്കേണ്ടി വന്നത്
എന്നുള്ളത് ദുരൂഹം. ശബരിമലയിലെ തിരക്കു നിയന്ത്രിക്കുന്നതിനായി NDRFന്റെ ആദ്യ സംഘവും ശബരിമലയിൽ എത്തി. തൃശൂരിൽ നിന്നുള്ള സംഘമാണ് ശബരിമലയിൽ എത്തിയത്. ചെന്നൈയിൽ നിന്നുള്ള സംഘം ഉടൻ ശബരിമലയിലേക്ക് എത്തും. കേന്ദ്രസേനയും ശബരിമലയിൽ കർമ്മനിരതരായിട്ടുണ്ട്. അമൃത ന്യൂസ്, സന്നിധാനം. ഡൽഹി ഭീകരാക്രമണത്തിലെ ഭീകരർക്ക് പണം കിട്ടിയത് സംബന്ധിച്ച അന്വേഷണം വേഗത്തിലാക്കി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. ഇന്നലെ ED അറസ്റ്റ് ചെയ്ത അൽഫല സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. കോടതിയിൽ ഹാജരാക്കിയ സിദ്ദിഖിയെ അടുത്ത മാസം 1 വരെ ED കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. 415 കോടി രൂപയുടെ ക്രമക്കേട് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അൽഫലാഹ് സർവകലാശാലയാണ് ഡൽഹി ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചനയുടെ കേന്ദ്രം. ചാവേറായ ഉമർ നബിയും ആക്രമണത്തിന് ആസൂത്രണവും സഹായവും നൽകിയ എല്ലാവരും സർവകലാശാലയുമായി ബന്ധമുള്ളവരാണ്. ഭീകരവാദികളുടെ കയ്യിൽ 25 ലക്ഷം രൂപയുണ്ടായിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികൾ തയ്യാറായത്. സർവകലാശാലയുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് സർവകലാശാല സ്ഥാപകൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖിയെ അന്വേഷണ സംഘം പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ 13 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. മുൻപും നിരവധി സാമ്പത്തിക ഇടപാട് കേസുകളിൽ പ്രതിയായിട്ടുണ്ട് അഹമ്മദ് സിദ്ദിഖി. ഇതിൽ 3 വർഷം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് 400-ലധികം കോടി രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക വിലയിരുത്തൽ. 75 കോടി രൂപ സംഭാവനയായി സർവകലാശാല സ്വീകരിച്ചിട്ടുണ്ട്. ഈ പണങ്ങളുടെ സ്രോതസ് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ഭീകരവാദികൾക്ക് ലഭിച്ച പണം സർവകലാശാലയുടെ മറവിൽ ലഭിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകളായി സർവകലാശാലയുടെ വരുമാനത്തിലുണ്ടായ വർധനവും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. UGC ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അംഗീകാരം തെറ്റായി കാണിച്ച് വലിയ തട്ടിപ്പ് നടത്തിയതായും നിഗമനമുണ്ട്. ഇക്കാര്യങ്ങൾ കൂടി അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ചാവേറായ ഉമർ നബി സ്ഫോടനത്തിന് മുൻപ് ജമ്മു കാശ്മീരിൽ എത്തിയിരുന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഉമർ നബിയുടെ വീട്ടിലുൾപ്പെടെ നടത്തിയ പരിശോധനയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമായത്. കഴിഞ്ഞ 2 മാസമായി ഉമർ നബി വന്നിരുന്നില്ല എന്നാണ് ബന്ധുക്കൾ ആദ്യം മൊഴി നൽകിയിരുന്നത്. ആ മൊഴികൾ തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഉമർ നബിയുടെ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ തുടങ്ങിയ വസ്തുക്കൾ അന്വേഷണ സംഘം പിടിച്ചെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ചെങ്കോട്ട ഭീകരാക്രമണത്തിന് പിന്നാലെ അൽഫല സർവകലാശാലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായി റിപ്പോർട്ട്. അധ്യാപകരും ജീവനക്കാരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് സൂചന. ഹരിയാന പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നത്. കാണാതായവരെ കണ്ടെത്താൻ ഹരിയാന DGP OP സിംഗ് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചെങ്കോട്ട ഭീകരാക്രമണത്തിന്റെ ആസൂത്രണ കേന്ദ്രമാണ് ഫരീദാബാദിലെ അൽഫലാഹ് സർവകലാശാല. ചെങ്കോട്ടയിൽ ചാവേറായ ഡോക്ടർ ഉമർ നബി സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു. ഭീകരാക്രമണത്തിന് മുൻപേ തന്നെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ രഹസ്യാന്വേഷണ ഏജൻസികൾ തുടങ്ങിയിരുന്നു. 10-ാം തീയതി ആക്രമണം ഉണ്ടായതിന് പിന്നാലെ പരിശോധന കർശനമാക്കി. എന്നാൽ ഇതിനിടയിൽ സർവകലാശാലയിലെ അധ്യാപകർ ഉൾപ്പെടെ ചിലരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് അന്വേഷണ ഏജൻസികളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത്. ഹരിയാന DGP OP സിംഗ് സർവകലാശാല സന്ദർശിച്ചിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അധ്യാപകർ, വിദ്യാർത്ഥികൾ, ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ആക്രമണത്തിന് പിന്നാലെ സർവകലാശാലയിൽ നിന്ന് അപ്രത്യക്ഷരായി എന്ന് മനസ്സിലായത്. എന്നാൽ എത്ര പേർ ഇത്തരത്തിൽ സർവകലാശാലയിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം സർവകലാശാല കൈമാറിയിട്ടില്ല. വിവരം ശേഖരിക്കാൻ പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. കാണാതായ മുഴുവൻ പേരെയും കണ്ടെത്താൻ DGP നിർദ്ദേശം നൽകി. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ടെറർ മൊഡ്യൂളിന്റെ ഭാഗമായിരുന്നവരാണ് കാണാതായവർ എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. സർവകലാശാലയിലെ ചില ജീവനക്കാർക്ക് ഉൾപ്പെടെ ഭീകരവാദികളായ ഡോക്ടർമാരുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. പരീക്ഷണങ്ങൾക്കും ആസൂത്രണങ്ങൾക്കും ആവശ്യമായ സഹായം ചെയ്തത് ഇവരാണെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. അതേസമയം സർവകലാശാലയിൽ ഉള്ളവർക്ക് പുറമെ ഏതാനും പ്രദേശവാസികളെയും കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഭീകരവാദികൾക്ക് സഹായം ചെയ്ത മുഴുവൻ ആളുകളെയും കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതോടെ ആളുകൾ ഒളിവിൽ പോയി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഫരീദാബാദിലും പ്രദേശങ്ങളിലും അന്വേഷണ സംഘം തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
അമിത ശബ്ദമുണ്ടാക്കി ഓടുന്ന വാഹനങ്ങൾ പിടികൂടാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഒരുക്കി ദുബായ്. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ദുബായിലെ റോഡുകളിലൂടെ പായുന്ന വാഹനങ്ങൾ ഇനി മുതൽ നൂതന ശബ്ദ റഡാറുകൾ കണ്ടെത്തും. അനാവശ്യമായി ഹോൺ മുഴക്കുക, കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുവയ്ക്കുക, എഞ്ചിനിലും സൈലൻസറിലും മാറ്റം വരുത്തി ശബ്ദമുണ്ടാക്കുക എന്നീ നിയമലംഘനങ്ങൾ റഡാർ കണ്ടെത്തും. നിശ്ചിത ഡെസിബലിന് മുകളിലുള്ള ശബ്ദം ഏത് വാഹനത്തിൻ്റെതെന്ന് കണ്ടെത്താൻ സ്മാർട്ട് റഡാറുകൾക്ക് സാധിക്കും. അനാവശ്യമായി ഹോൺ മുഴക്കുകയോ പുറത്തുള്ളവർക്ക് കേൾക്കാവുന്ന രീതിയിൽ കാറിനുള്ളിൽ ഉച്ചത്തിൽ പാട്ട് വയ്ക്കുകയോ ചെയ്താൽ 400 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് ശിക്ഷ. വാഹന എഞ്ചിനിലോ സൈലൻസറുകളിലോ അനധികൃതമായി മാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കിയാൽ 2000 ദിർഹം പിഴയും 12 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷയായി ലഭിക്കും. മാക്സിസ് ഗൂഗിളീസ് ഇന്റർനാഷണൽ സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റ് സീസൺ 2 മത്സരങ്ങൾ ആവേശകരമായി പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സീസൺ 2 അടുത്ത ടൂർണമെന്റ് 21-28 തീയതികളിൽ ജിദ്ദയിലെ അൽമഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നതായും 14-ാം തീയതി നടന്ന ആദ്യ മത്സരങ്ങളിൽ അണ്ടർ 18 വിഭാഗത്തിൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ജിദ്ദയും അൽ ഹുക്കമ ഇന്റർനാഷണൽ സ്കൂൾ ജിദ്ദയും ഫൈനലിലേക്ക് യോഗ്യത നേടി. അണ്ടർ 13 വിഭാഗം, അണ്ടർ 16 വിഭാഗം മത്സരങ്ങൾ വരും ദിവസങ്ങളിൽ നടക്കും. എല്ലാ വിഭാഗങ്ങളുടെയും ഫൈനൽ മത്സരങ്ങൾ നവംബർ 28 വെള്ളിയാഴ്ച അൽമഹർ സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ റഷീദ് അലി, സുബൈർ ഒ.പി, ഷാജി അബൂബക്കർ, ഷമീർ വേങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു. കുവൈറ്റിൽ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിന്റെ മറവിൽ മനുഷ്യക്കടത്ത് നടത്തിയ സംഘം പിടിയിലായി. റുമൈത്തിയ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നടത്തിയ റെയ്ഡിലാണ് സംഘം പിടിയിലായത്. മനുഷ്യക്കടത്ത്, പണത്തിന് പകരമായി വിസ നേടുന്നതിന് സൗകര്യമൊരുക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഏജൻസിക്ക് പങ്കുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ഒരു തൊഴിലാളിക്ക് 1200 മുതൽ 1300 ദിനാർ വരെ തുക വാങ്ങി മറ്റ് വ്യക്തികൾക്ക് കൈമാറുകയും ചെയ്യുന്നതായി സംഘത്തിന്റെ രീതി. വിസ നേടുന്നതിന് സൗകര്യമൊരുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് റിക്രൂട്ട്മെന്റ് പ്രക്രിയ സുഗമമാക്കുന്നതിനായി ഓരോ തൊഴിലാളിക്കും 50 മുതൽ 100 ദിനാർ വരെയുള്ള തുകകൾ സംഘം നൽകിയിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തി. നിയമവിരുദ്ധമായി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നവരെയും അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നവരെയും ആഭ്യന്തര മന്ത്രാലയം നിരന്തരമായി പിന്തുടർന്നു വരികയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ റേഷൻ ഉൽപ്പന്നങ്ങൾ രാജ്യത്തിന് പുറത്തേക്ക് കടത്തുന്നത് തടയുന്നതിന് നിലവിലെ നിയമം കർശനമാക്കാൻ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. നിയമലംഘകർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനം ശക്തമാക്കണമെന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ സബാഹിന്റെ നേതൃത്വത്തിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. ഇതിനു പുറമെ റേഷൻ ഉൽപ്പന്നങ്ങൾ സബ്സിഡി നിരക്കിൽ നൽകുന്നത് അർഹരായ പൗരന്മാരിൽ മാത്രമായി പരിമിതപ്പെടുത്തുവാനും തീരുമാനമായിട്ടുണ്ട്. സ്വദേശികൾക്ക് സബ്സിഡി നിരക്കിൽ നൽകി വരുന്ന പാൽപ്പൊടി, പാചക എണ്ണ, അരി മുതലായ നിരവധി ഉൽപ്പന്നങ്ങൾ വിദേശികൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതും വിദേശത്തേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് തടയുവാനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് നിയമം കർശനമാക്കുന്നത്. ലുലുവിന്റെ വാല്യൂ ഷോപ്പിംഗ് കൺസെപ്റ്റ് സ്റ്റോറായ ലോട്ട് സൗദി അറേബ്യയിൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി ജിദ്ദയിൽ ആദ്യ ലോട്ട് സ്റ്റോർ തുറന്നു. അൽ റവാബിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് പുതിയ ലോട്ട് പ്രവർത്തനം ആരംഭിച്ചത്. കുറഞ്ഞ നിരക്കിൽ മികച്ച ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയാണ് ലോട്ട് സ്റ്റോറിലൂടെ ലുലു ലക്ഷ്യമിടുന്നത്. കൂടുതൽ ഉൽപ്പന്നങ്ങളും 22 റിയാലിൽ താഴെ മാത്രമാണ് വില. 38,000 സ്ക്വയർ ഫീറ്റിലുള്ള ലോട്ട് സ്റ്റോറിൽ വീട്ടുപകരണങ്ങൾ, കിച്ചൺ വെയർ, ഫാഷൻ ഉൽപ്പന്നങ്ങൾ, ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉൾപ്പെടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിട്ടുള്ളത്. സൗദിയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഗോള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും ലഭ്യമാക്കിയിട്ടുണ്ട്. മികച്ച പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വീരോചിതമായ ബദർ യുദ്ധ ചരിത്രഗാഥയെ ആസ്പദമാക്കി ഒരുക്കിയ കോൽക്കളിപ്പാട്ട് ബദർക്കളം പുറത്തിറങ്ങി. 10 വ്യത്യസ്തമായ തനത് ഇശലുകൾ കോർത്തിണക്കി മുഴുനീള ബദർ യുദ്ധ ചരിത്രമാണ് ഈ കോൽക്കളിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത്. പ്രവാസിയായ യുവകവി നസറുദ്ദീൻ മണ്ണാർക്കാടാണ് ബദർക്കളം എഴുതിയിരിക്കുന്നത്. നിരവധി ദൃശ്യാവിഷ്കാരങ്ങൾ അണിയിച്ചൊരുക്കിയ ഫിറോസ് കാട്ടൂർ പത്തനംതിട്ടയാണ് ഇതിന്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകനായ IP സിദ്ദീഖാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. ഫൈസൽ വെള്ളായിക്കോട്, സഫീർ കോഴിക്കോട് തുടങ്ങിയവരാണ് പിന്നണിയിൽ പാടിയിരിക്കുന്നത്.
തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിന് ആശ്വാസം. മുട്ടഴ ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി വൈഷ്ണ സുരേഷിന് മത്സരിക്കാം. വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാമെന്നും മത്സരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കി. വോട്ട് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി. ദിവസങ്ങൾ നീണ്ടുനിന്ന ആശങ്കയ്ക്കാണ് ഹൈക്കോടതിയുടെ ഉത്തരവോടെ പരിഹാരമായത്. വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ നിന്ന് തന്നെ നീക്കം ചെയ്ത നടപടി ചോദ്യം ചെയ്താണ് വൈഷ്ണ സുരേഷ് ഹൈക്കോടതിയിലെത്തിയത്. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് വോട്ടർ പട്ടികയിൽ പേരില്ലെന്നറിഞ്ഞത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് തന്നെ ഒഴിവാക്കിയതെന്നും വോട്ടർ പട്ടികയിൽ പേരുൾപ്പെടുത്തണമെന്നുമായിരുന്നു ആവശ്യം. അനാവശ്യ രാഷ്ട്രീയം കളിച്ച് വോട്ടവകാശം നിഷേധിക്കുന്നത് ശരിയല്ലെന്ന് കഴിഞ്ഞ ദിവസം കോടതി പറഞ്ഞിരുന്നു. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് 24-കാരിയുടെ വോട്ടവകാശം തടയരുതെന്നും കോടതി പറഞ്ഞു. അതേസമയം കോടതി ഉത്തരവിൽ സന്തോഷമുണ്ടെന്ന് വൈഷ്ണ സുരേഷ് പ്രതികരിച്ചു. വിമാനപൂർവ്വമായിട്ടുള്ളൊരു നിമിഷമാണ്. കാരണം ഒരാളുടെ വോട്ട് നിഷേധിക്കപ്പെട്ട് അത് തിരിച്ചു കിട്ടുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന് തോന്നുന്ന ഒരു നിമിഷമാണ്, ഒരു അഭിമാനം തോന്നുന്ന ഒരു നിമിഷമുണ്ടല്ലോ. ആ ഒരു നിമിഷത്തിലാണ് ഞാൻ കറൻലി നിൽക്കുന്നത്. ഈ മാസം 20-നകം വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് ജില്ലാ കളക്ടർ തീരുമാനമെടുക്കണം. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കണമെന്നും സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. കോടതിയുടെ കർശന നിർദ്ദേശത്തിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർണായക ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ VM വിനുവിനെ UDF സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് നീക്കി. കോഴിക്കോട് കല്ലായി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് അറിയിച്ചു. സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരുങ്ങുകയാണ് VM വിനു. VM വിനുവിന് 2020-ലും 2025-ലും വോട്ടർ പട്ടികയിൽ പേരില്ലെന്ന് വ്യക്തമായതോടെ കോഴിക്കോട് കോർപ്പറേഷനിൽ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കോൺഗ്രസ് ശ്രമം തുടങ്ങി. കല്ലായി ഡിവിഷനിൽ നാളെ തന്നെ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF പ്രചാരണം തുടങ്ങും. വിനുവിന് വോട്ട് ഇല്ലാതായതിന്റെ കാരണം ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകിടന്ന് DCC പ്രസിഡന്റ് ആവർത്തിച്ചു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലിയില്ലല്ലോ, അവർ വീഴ്ചയിലില്ലാത്ത ആ വീഴ്ചയ്ക്കെതിരുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുന്നു. കോടതി വിധി കോൺഗ്രസിനേറ്റ കനത്ത തിരിച്ചടിയെന്ന് CPM ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി. ഹൈക്കോടതി പോയപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം കൂടി കോൺഗ്രസിന് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. ഇവിടെ കാണേണ്ടത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത മെഡിക്കൽ കോളേജ് സൗത്തിലെ UDF സ്ഥാനാർത്ഥി ബിന്ദു കമ്മനക്കണ്ടിക്ക് പകരം പുതിയ ആളെ പ്രഖ്യാപിച്ചു. രമ്യ K ആണ് ഇവിടെ സ്ഥാനാർത്ഥി. അതേസമയം സിനിമയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് VM വിനുവിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കോഴിക്കോട്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും ചെറിയ രാജ്യമായി ക്യൂറസോവ. ജമൈക്കയെ സമനിലയിൽ തളച്ചതോടെയാണ് ക്യൂറസോവയ്ക്ക് ലോകകപ്പ് യോഗ്യത ലഭിച്ചത്. മത്സരം ഗോൾ രഹിത സമനിലയിലാണ് അവസാനിച്ചത്. ഗ്രൂപ്പ് ബിയിൽ ഒന്നാമതായ ക്യൂറസോവയ്ക്ക് 6 മത്സരങ്ങളിൽ 12 പോയിന്റാണുള്ളത്. പനാമയും ഹെയ്ത്തിയും ലോകകപ്പ് യോഗ്യത നേടിയിട്ടുണ്ട്. 1974 ശേഷം ആദ്യമായാണ് ഹെയ്ത്തി ലോകകപ്പിന് യോഗ്യത നേടുന്നത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് വീണ്ടും നിരാശ. മധ്യപ്രദേശിനെതിരെ കൂറ്റൻ സ്കോർ നേടിയിട്ടും മത്സരം സമനിലയിൽ അവസാനിച്ചു. അവസാന ദിവസം 404 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ മധ്യപ്രദേശ് 8 വിക്കറ്റ് നഷ്ടത്തിൽ 167 റൺസുമായി നിൽക്കെ കളി അവസാനിക്കുകയായിരുന്നു. ഇതോടെ ഇരു ക്യാപ്റ്റന്മാരും സമനിലയ്ക്ക് കൈകൊടുക്കുകയായിരുന്നു. 3 വിക്കറ്റ് നഷ്ടത്തിൽ 226 റൺസ് എന്ന നിലയിൽ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച കേരളത്തിനായി സച്ചിൻ ബേബിയും ബാബ അപരാജിതും സെഞ്ചുറി നേടി. സെഞ്ചുറി തികച്ചതിന് പിന്നാലെ അപരാജിത് പരിക്കേറ്റ് മടങ്ങി. പിന്നീട് കളത്തിലെത്തിയ 24 റൺസ് എടുത്ത് അഹമ്മദ്, ഇമ്രാൻ, അഭിജിത്ത്, പ്രവീൺ എന്നിവർ പുറത്തായി. ഒടുവിൽ 314 എന്ന നിലയിൽ കേരളം ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം.